ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ എൻ്റെ വീട്ടിലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് മക്കളെ വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ഞാനും അമ്മയും ചേച്ചിയും ഉണ്ട് ഇപ്പം ഇന്ന് വീട്ടിൽ, പിന്നെ ഞങ്ങളുടെ 5 മക്കളും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരാൾ വന്നു. കുറേ ഉണ്ട് കേട്ടോ, ഒന്നൊന്നല്ല, കുറേ ആൾക്കാരുണ്ട് ഈ തൊട്ടിയിൽ. കുട്ടികളുള്ളതുകൊണ്ട് ചെറിയൊരു പേടി, കാരണം ഉള്ളിലേക്ക് കയറുന്നുണ്ട് ആൾക്കാർ, അതുകൊണ്ട് പേടിക്കണം. അപ്പോൾ മക്കൾ എണീക്കണുള്ളൂ കേട്ടോ, എന്തായാലും അവർ എണീക്കട്ടെ. ഇന്നലെയും മിഞ്ഞാന്ന് അമ്പാടി തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല. ആൾക്ക് ഭയങ്കര വാശി. രാത്രി മിഞ്ഞാന്ന് 5 മണിക്കാണ് കേട്ടോ ഉറങ്ങിയത്. എന്താ വെച്ചാൽ അവൻ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ മറ്റവർക്കും അത് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ അവൻ കരയുന്ന സമയത്ത് മറ്റവർ എണീക്കുകയാണ്, അതിൽ ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പോൾ ഇന്നലെ ആണെങ്കിലും അവൻ ഉറങ്ങിയിട്ടില്ല. എന്നാലും ഒരു 3 മണിയൊക്കെ ആയി ഉറങ്ങിയപ്പോൾ. പകലുറങ്ങും കേട്ടോ, രാത്രി ഒന്നും ഉറങ്ങാണ്ടിരുന്നിട്ട് പകലാവുമ്പോൾ നമ്മളെ എണീക്കുന്ന സമയമാകുമ്പോൾ അവൻ നന്നായിട്ട് ഉറങ്ങും. അപ്പോൾ ഉറങ്ങാത്തതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും അവരെ എണീക്കട്ടെ കേട്ടോ, അത് കാണിക്കാം. അപ്പോൾ അതാ ദേവുട്ടിൻ്റെ സ്റ്റിച്ച് വെട്ടി കേട്ടോ. ദേവുട്ടിൻ്റെ സ്റ്റിച്ച് അവന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരു പേടി, എന്താ വെച്ചാൽ അങ്ങനെ മുറി കെട്ടുള്ളപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ആ ഒട്ടിച്ചതൊക്കെ എടുത്തപ്പോഴേ നമുക്ക് ചെറിയൊരു പേടി. അങ്ങനെ കാണണമെന്നില്ല, കാര്യമായിട്ട് ചെറിയൊരു പാടുപോലെയാണ്. ഒരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ, അത് തേക്കാനാണ് പറഞ്ഞത്. കണ്ണിലൊന്നും ആവാണ്ട് തേച്ച് കൊടുക്കാനാട്ടോ പറഞ്ഞത്. അവനാണ് ഇങ്ങനെ കൈ ഇങ്ങനെ ഒരതനുണ്ട് അവിടെ, അതൊരു പേടി. അപ്പോൾ സ്റ്റിച്ച് എടുക്കുന്ന സമയത്ത് നല്ല കുറുമ്പായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു വേദന അല്ലാണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വേറെ വഴിയൊന്നും ഇല്ല. അവരെന്തൊരു സ്പ്രേ അടിച്ചിട്ട് അങ്ങനെ എന്തോ ഒരു സ്പ്രേ അടിച്ചിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ ചെയ്തത്. എടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ആ ടൈമിൽ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ആകെ ടെൻഷനായി. ദേവാ ഒരു ആട്ടി കൊടുക്ക്, ആട്ട്. അപ്പോൾ എണീറ്റതിൻ്റെ ഒരു ഇതാണ് ആൾക്ക്. അവനൊന്നാമത് അവൻ്റെ മുടിയൊക്കെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുടി കളച്ചിലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് ചെയ്യണം. അപ്പോഴേക്കും ഓരോ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ഉണ്ടായപ്പോൾ അത് കഴിയട്ടെ എന്ന് വിചാരിച്ച് നിന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മുടി വെട്ടണം. അപ്പോൾ 2 ദിവസം അവൻ്റെ തലയൊന്നും നനയ്ക്കണ്ട, മുറി നനയ്ക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെയാണ് തല നനച്ചു കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി വെട്ടണം. മുടി 3 ആളും മുട്ടക്കുട്ടികളാക്കാണ്ട്. അപ്പോൾ ഞാൻ മറ്റോരത്തേക്ക് പോയി നോക്കട്ടെ, അവിടെ ഒച്ചപ്പാടൊക്കെ കേൾക്കണമെന്ന് പോയി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ റിച്ചുകുട്ടീനെ സ്കൂളിലേക്ക് വിടാനുള്ള പുറപ്പാടാണ് കേട്ടോ. അമ്പാടി നല്ല പുതുക്കുണ്ട് റിച്ചുവിനെ. റിച്ചു പിന്നെ അവരൊന്നും തിരിച്ച് കാണിക്കില്ല കേട്ടോ. പക്ഷെ പാറുകുട്ടീനെ നല്ല അടിക്കും. പക്ഷേ ചെക്കന്മാരൊന്നും കാണിക്കാറില്ല കേട്ടോ. അവൻ പോയി കഴിഞ്ഞാൽ തന്നെ ചേച്ചി എപ്പോഴും പറയും വലിയൊരു പണി ഒരുങ്ങി. എന്ന് വെച്ചാൽ വെള്ളപ്പോൾ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമ്മളൊരു പണി ഒരുങ്ങില്ല. ഒന്നാമത് പാറു റിച്ചു ഇങ്ങനെ അടി ഉണ്ടാക്കി നടക്കുമ്പോൾ തന്നെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ കുട്ടികൾ ഉറങ്ങൂല്ല. അപ്പോൾ പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബഹളമല്ല കേട്ടോ. ഇനി ഞായറാണ് വീട്ടിൽ അടിപൊളി. എല്ലാവരും കൂടി 5 ആളും കൂടിയാൽ പിന്നെ വേറെ എവിടേക്കും പോകണ്ട. അപ്പോൾ അതാ ഏട്ടൻ പോണ യാത്രയൊക്കെയാണോ അനിയന്മാർ നിൽക്കണത്. അപ്പോൾ അവർക്ക് മുറ്റത്തേക്ക് ഇറങ്ങി പോകണം. അതിന് വിടാത്ത ദേഷ്യമാണ്. ദേവുട്ടി നല്ല കരച്ചിലാണ്. മുറ്റത്തേക്ക് ഇറങ്ങി പോകണം. മുറ്റത്താണെങ്കിൽ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഇവരെ പൊട്ടിയിട്ടുണ്ട് മുറ്റം. അപ്പോൾ അവരെ മുറ്റത്തേക്ക് വിടേണ്ടതുകൊണ്ട് കാല് പൊട്ടുകയാണ്. അതുകൊണ്ട് വിടാണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാശിയാണ് ഈ കാട്ടണത്. പോവാനായിട്ട് കുറുമ്പ് കാണിക്കണേ. അമ്പാടി പിന്നെ വലിയ അലമ്പില്ലാണ്ടിരിക്കുന്നുണ്ട്. എന്താ അറിയില്ല. ആൾ ചെറുതാൻ വേണ്ടിയിട്ട് കാര്യമില്ല, എല്ലായിടയ്ക്കും എത്തണം. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി അധികം കുറുമ്പാണ് അവന്. അച്ഛൻ്റെ വണ്ടിയിൽ തന്നെ കേട്ടോ ഉച്ചക്കൂടി സ്കൂളിലേക്ക് പോവാറ്. അച്ഛൻ്റെ സ്കൂൾ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അവനെയും കൊണ്ടുപോകാണ് ചെയ്യണത്. അപ്പം അങ്ങനെ റിച്ചു പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ 4 ആൾക്കാരാണ്. 4 ആൾക്കാരെ മേയ്ക്കാൻ തുടങ്ങണം. അത് കഴിഞ്ഞപ്പോൾ 3 ആൾ നല്ല വാശിയാണ്. എന്തിനാ വെച്ചാൽ ഒരു വണ്ടിയുണ്ട് പാറുവിൻ്റെ വണ്ടിയിൽ 3 ആൾക്കും ഒരുപോലെ കയറണം. അതിനുള്ള കരച്ചിലാണ് ഈ കാണുന്നത്. അത് നിറയ്ക്കാനുള്ള വാശിയാണ് കേട്ടോ ഈ കാണുന്നത്. 3 ആൾ ഒരുമിച്ച് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ പാറുക്കുട്ടീൻ്റെ കാര്യം പിന്നെ പറയണ്ട. പാറുക്കുട്ടി അങ്ങോട്ടൊന്ന് കൊത്തിയാൽ 2 അങ്ങോട്ട് കിട്ടുകൾക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്താണ്. അപ്പോൾ അമ്പാടിയും പാറുവാണ് കേട്ടോ തീരെ ചേരാത്ത. ഫുൾ ടൈം അടിയാണ് അവർ. അപ്പോൾ മക്കൾക്ക് രാവിലെ ഭക്ഷണം കൊടുക്കണ്ട. രാവിലത്തെ ഭക്ഷണം ഇവിടെ റാഗി തന്നെ കേട്ടോ കൊടുക്കണം. വേറെ അങ്ങനെയൊന്നും കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് അതന്നെയാണ് കേട്ടോ കൊടുക്കണത്. അതാ നമ്മുടെ കാശുട്ടി കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെറുതെ ഒന്ന് കെട്ടിക്കൊടുത്തപ്പോൾ അതിൻ്റെ കൊണിച്ചിലാണ്. തോർത്തുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തപ്പോഴേ നല്ല കൊണിച്ചിലായിരുന്നു കേട്ടോ ആൾ. അവർക്ക് പിന്നെ ഈ പൈപ്പിൽ ഇങ്ങനെ തൂങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കളിക്കാൻ അങ്ങനെ ഒരു തണുപ്പിൻ്റെ ഒന്നും യാതൊരു പ്രശ്നമല്ല. എന്താണെങ്കിലും വീട്ടിലെ വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയ അവസരം ഒരു മുതലാക്കും.
ആദ്യം അവിടുത്തെ പോലെ ഹാളിൽ 2 തൊട്ടിയാട്ടൊക്കെ കെട്ടിയിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഒന്നുകൂടി കെട്ടണം, നമ്മൾ വഴിയിൽ നടക്കണ വഴിയിൽ കെട്ടണം. അതുകൊണ്ട് നമ്മൾ 2 തൊട്ടി ഹാളിൽ കെട്ടിയിട്ട് ഒരാളെ ഞാൻ ബെഡിൽ കിടത്തിയിട്ട് റൂമിലാട്ടോ ഉറക്കാം. റൂമിൽ സീലിംഗ് ഇട്ടുകൊണ്ട് റൂമിലും വഴിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദേവുട്ടീനെ അങ്ങനെ റൂമിലാട്ടോ കിടത്തിയത്. ഇപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരമായിട്ടുള്ള കുറച്ച് കലാപരിപാടികളാണ്. ഞാനും ചേച്ചിയും കൂടി പുഴയ്ക്ക് പോകും. പാറക്കുട്ടി ഉറങ്ങി, ഒരു 4 ആൾ ഉറങ്ങണം. അപ്പോഴേക്കും നമ്മൾ പോയിട്ട് പുഴയിൽ പോയി തിരുമ്പി വരും. ബാക്കി വീട്ടിലുള്ള അടിയും തൊടയൊക്കെ അമ്മയും കഴിക്കട്ടെ. അവർ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നിനും പറ്റില്ല. അപ്പോൾ അപ്പോഴേക്കും പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കുറച്ച് നേരം ഉറങ്ങണ്ട, ഒരാൾ എണീറ്റാൽ പിന്നെ ബാക്കിൽ ഓരോരുത്തരായിട്ട് എണീറ്റോളും. അപ്പോൾ അതിന് മുന്നേ പോയി പോരട്ടെ. പുഴയ്ക്ക് പോണ വഴിക്ക് ചേച്ചി ഉണ്ടാക്കി തന്നൊരു മേനയാണ് കേട്ടോ അത്. ചേച്ചി പറഞ്ഞു ഇതിൽ നിറച്ച് തേനാണ്, ഇതിപ്പോൾ വീണിട്ടേ ഉള്ളൂ എന്നാണ് തോന്നണത്. ഇത് കരിച്ച് കഴിഞ്ഞാൽ തേനീച്ചനെ കരിച്ച് കഴിഞ്ഞാൽ തേന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു പണി ഉണ്ടാക്കിയതാട്ടോ. എന്നിട്ട് അവസാനം അമ്മേനെയൊക്കെ വിളിച്ച് മക്കൾക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ നല്ല തേനല്ലേ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കണതൊക്കെ അത്ര നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി കാര്യമായിട്ടൊരു പണിയെടുക്കുകയാണ്. പേടിയാണ്, ഇതിനൊന്നും ചെയ്യും വേണം പറഞ്ഞിട്ട് കാര്യപ്പെട്ട് പണിയെടുക്കുക കേട്ടോ. അവസാനം എല്ലാത്തിനെയും കരിച്ച് റെഡിയാക്കാമെന്നും പറഞ്ഞിട്ട് ഒരു തോർത്തുമുണ്ടൊക്കെ എടുത്ത് അതിൽ പിഴിഞ്ഞാൽ മതി, അത് ഭയങ്കര എളുപ്പമാണെന്നൊക്കെ. ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് ഇത് പണ്ട് ചെയ്തിട്ട് നല്ല ശീലം ഉണ്ടെന്ന്. പക്ഷേ വിചാരിച്ച പോലെ ആയില്ല. ചേച്ചി വലിയ ചീനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല തേന് കിട്ടും. ഈ പറഞ്ഞ പോലെ കാശിക്കുട്ടന് മരുന്ന് കൊടുക്കാൻ ചിലപ്പോൾ തേനിൻ്റെ ആവശ്യം വരാറുണ്ട് കേട്ടോ. അവസാനം അത് പിഴിഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഏട്ടൻ പറയാട്ടോ ചെയ്തത്, അതിൻ്റെ ടൈം കഴിഞ്ഞിട്ട് അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ പോലെ വരാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അതിലിക്കൊക്കെ ആകെ കണ്ടിട്ട് അറച്ചു കേട്ടോ. അവസാനം പണി നിർത്തി ചേച്ചി പിന്നെയും പിഴിഞ്ഞൊക്കെ അതാ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യപ്പെട്ട് പണിയെടുത്ത് വെറുതെ ഉള്ള സമയം വേസ്റ്റ് ആക്കിയിട്ടോ. കുറേ സമയം വിചാരിച്ചത് മക്കൾക്ക് മരുന്ന്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേനൊന്നും അത്ര നല്ലതല്ല എന്ന് എല്ലാവരും പറയുമ്പോൾ നല്ലതാണല്ലോ എന്നും പറഞ്ഞിട്ട് വെറുതെ ഉള്ള സമയം വേസ്റ്റ് ആക്കിയതാണ്. അത് പാളിപ്പോയി. ചേച്ചി ഇതാട്ടോ പോണു, ഒരാവശ്യമില്ലാണ്ട് സമയം കളഞ്ഞ ആളതാ പോണു. അപ്പോൾ ഞങ്ങൾ തോൽവിയൊക്കെ സംഭവിച്ച് പോവാണ് കേട്ടോ. ചേച്ചി അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് അറിയണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ നല്ല അറിവാണ് ചേച്ചിക്ക്, ഇതിപ്പോഴാണ് മനസ്സിലായത്. മറ്റാൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അറയ്ക്കാൻ തുടങ്ങിയെന്നാണ് കേട്ടോ പറഞ്ഞ്. അങ്ങനെ അതെന്തോ തേനെടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെയാണ്. അപ്പോൾ അത് എന്താവോ പിഴിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. തേനുണ്ടോ വെച്ചാൽ ഉണ്ടായില്ല, പക്ഷേ അത് നമുക്ക് കണ്ടപ്പോൾ പിന്നെ അത് എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ നമ്മളത് തോൽവി സമ്മതിച്ച് അവിടെ തന്നെ ഇട്ടു. ഇപ്പം നമ്മൾ പുഴയിലെത്തിയിട്ട് നല്ല കാറ്റാണ്. അപ്പോൾ എന്തായാലും മക്കളെ നീക്കുമ്പോഴേക്ക് നമുക്ക് തിരിച്ചു പോകണം. കുറച്ച് സമയം നമ്മൾ ഒരാവശ്യമില്ലാണ്ട് അവിടെ തേനീച്ചയ്ക്ക് വേണ്ടി വേസ്റ്റാക്കി. ഇപ്പോൾ ആൾക്കാരെ എണീക്കും അറിയില്ല. എന്തായാലും വേഗം പോകാൻ നോക്കട്ടെ. തിരിച്ച് വന്നപ്പോഴേക്കും ഇതാ കാശൂട്ടൻ ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. മെയിൻ പണിയാണ് ഈ അലക്കലും തുടയ്ക്കലും തിരുമ്പലൊക്കെ, മക്കൾ ഉറങ്ങുന്ന സമയത്തുള്ള പണികൾ. അപ്പോൾ അതൊക്കെ എന്തായാലും കഴിഞ്ഞു. ഇപ്പോൾ ചെറിയൊരു പണിയില്ല. ഞാൻ അന്ന് നെയ്ച്ചോറ് വെച്ചു പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പം അമ്മ പറഞ്ഞാൽ നാളെ മറ്റന്നാളാക്കിയിട്ട് പോകും. അപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ പറഞ്ഞെങ്കിൽ പോണേ മുന്നേ നമുക്ക് കുറച്ച് ബിരിയാണി വെക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നെയ്ച്ചോറ് വെക്കും, ബിരിയാണി ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ വെക്കാം, എല്ലാത്തിലും കയറി കുത്തി അടയ്ക്കാനേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചു. എന്താ വെച്ചാൽ അവിടെ നമ്മളെന്തെങ്കിലും വെച്ച് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ പിന്നെ ഇവർ കഴിച്ചോളും. ഇനി കുറ്റം പറഞ്ഞാൽ ഞാൻ മുണ്ടണ്ട കഴിച്ചോളം പറഞ്ഞാൽ അവർ കഴിക്കും. അപ്പോൾ ഞാൻ ഇതുവരെ അവിടെയും വെച്ച് നോക്കിയിട്ടില്ല. അപ്പം നോക്കി നോക്കട്ടെ എന്തായാലും. ഇപ്പം എന്തായാലും കാശൂട്ട് എണീറ്റിട്ടോ, മറ്റൊരു ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ തുടങ്ങാൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഒന്നാമത് തേനീച്ചിൻ്റെ പിന്നാലേക്ക് പോയി വെറുതെയുള്ള ടൈമൊക്കെ കളഞ്ഞു. അപ്പോൾ നോക്കട്ടെ. പാറു നീച്ചു, കാശി നീച്ചു. ഇനി 2 ആൾക്കാരോട് എണീക്കാണ്ട് അതിന് മുന്നേ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം. ഇപ്പം തന്നെ സമയം ഏകദേശം 12:30 ആയിട്ട്. എനിക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് അമ്മേനും അങ്ങനെ പറഞ്ഞു രാവിലെ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ കാര്യമായിട്ട് പറഞ്ഞു. പെട്ടെന്ന് ഉണ്ടായ തീരുമാനമാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് ലേറ്റായി. പാറുമോളും ഞാനും ഒരുപോലെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ആ ഫുഡിൻ്റെ സമയം വഴി കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലാണ്ടാവും പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറയുന്നത് ഞാൻ വേഗം ചെയ്യാമെന്നും പറഞ്ഞിട്ട് ചേച്ചി അരിയാനും പിടിക്കാനൊക്കെ കൂടുകയാണ് കേട്ടോ. ഏകദേശം ഒരു 3 മണിയൊക്കെ ആവാനായിട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായപ്പോൾ. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം പണിയൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്ത്. അപ്പോഴേക്കും ചെക്കന്മാരെ എണീറ്റു.
നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളുടെ ഒരു കളിയുണ്ട്. 4 ആളും കൂടിയുള്ള കളിയാണ് കേട്ടോ. നമ്മളപ്പോഴേക്കും ഒരു പരുവത്തിലായിട്ടുണ്ടാവും. മേത്തുനിന്ന് പോവുകയില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കിടന്നാലേ പിന്നെ മേത്തുനിന്ന് പോവില്ല. മേത്ത് കയറിയിരുന്ന ഒരേ കളിയാണ്. വിടാണ്ട് അടച്ചിടുകയാണ് കേട്ടോ. ഈ പുറത്തു കൂടെ പോയിട്ട് ഒന്നാമത് കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തു കൂടെ വിട്ടിട്ട് കയ്യും കാലൊക്കെ ആകെ നാശമാവുകയാണ്. അപ്പോൾ ഉള്ളിൽ അങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ഒരു വഴിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അമ്പാടി 2 ദിവസമായിട്ട് ഉറങ്ങണില്ല പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ കണ്ണിന് ഊതുക എന്നൊക്കെ പറയും, കൊതിക്ക് ഊതുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ഇവിടെ ഒരു അച്ഛമ്മ ഉണ്ട്, അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അവനെ കൊണ്ട് പോയി നോക്കട്ടെ വിചാരിച്ചു. 2 ദിവസമായിട്ട് ആൾ ഉറങ്ങണേ ഇല്ല കേട്ടോ. പിറ്റേ ദിവസം ഇപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ആൾക്ക് നിൽക്കാനേ വയ്യ. നമ്മൾ 2 ദിവസം കുട്ടികൾ ഉറങ്ങാണ്ടിരുന്ന അവർക്ക് ക്ഷീണമാവില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ആൾക്ക് നിൽക്കാനേ വയ്യ. അപ്പോൾ ഒന്നൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ വെച്ചിട്ടാണ്. ഞാൻ അതും കൂടി ചെയ്ത് നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നുള്ള കാര്യങ്ങൾ കേട്ടോ. നമ്മൾ ഫുൾ ഡേ എന്തായാലും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ എടുക്കാൻ പറ്റില്ല. എന്തായാലും അവനോട് പോട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോണും കാര്യങ്ങളും വീഡിയോ എടുക്കലും ചിലപ്പോൾ നടക്കില്ല. അതുകൊണ്ടാണ് കുറച്ചങ്ങോട്ട് പോവാണ്ട്. അപ്പോൾ നടന്നിട്ടാട്ടോ പോകണം. അതുകൊണ്ടാണ്. അപ്പം എന്നാൽ പോയി നോക്കട്ടെ. ഇതൊക്കെ ഇട്ടന്നത്തെ വീട്. നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 3 ആളല്ലേ. അവർ 3 ആളെ നോക്കിയാൽ മതി. ഞാനും അമ്മയും ഉള്ളൂ. എന്നാലും ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലല്ലോ. ഇവിടെ പറഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പാറുക്കുട്ടി അപ്പം തുടങ്ങും പാട്ട് പാടാനായിട്ട്, അല്ലെങ്കിൽ ഇറിച്ചുണ്ടെങ്കിൽ ഇറിച്ചു. അപ്പോൾ 5 ആളും കൂടി ഉള്ള ഒരു ചെറിയൊരു ക്രാഷ് വരാറുണ്ട്. അപ്പോൾ മക്കൾക്ക് ഉറക്കമൊന്നും ശരിയാവാത്ത ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് കേട്ടോ. അവിടെ പിന്നെ അതില്ല. അവരുറങ്ങിക്കഴിഞ്ഞാൽ അവരെ വഴിക്ക് അങ്ങനെ അവർ ഉറങ്ങിക്കോളും. ഇവിടെ വന്നാൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം കഴിഞ്ഞ് പോണത്. അപ്പോൾ ഇതാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഏതൊരു വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു നീട്ടി വലിച്ച് പറഞ്ഞു. ഞാൻ അതെന്താ വെച്ചാൽ മക്കളിങ്ങനെ ബഹളം വയ്ക്കുമ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടിട്ടാവും അടുത്തത് പറയുക. അതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞ് മുഴുമിപ്പിക്കണ്ടേ. അതായത് പറഞ്ഞ് തുടങ്ങി നമ്മളത് അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇട്ട വീഡിയോയിലൊക്കെ എനിക്കും ഫീൽ ചെയ്തു. നന്നായി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കമ്മിയാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ കമൻറ്റ് കണ്ടു, അതുകൊണ്ടാട്ടത് പറയണത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.